വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ഇങ്ങനെ പഠിപ്പിച്ചു: നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കുവാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കുവാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങൾ ലഭിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു. അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷ വിധി ലഭിക്കും. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തൂട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായൊരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരുടെ അടുക്ക് വിളിച്ചു പറഞ്ഞു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയും കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, തേജസ്കരണ കാലത്തിൻ്റെ 2ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം വന്നിരിക്കുന്നു. നമുക്കിന്ന് സഭ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 38 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇത് 2 വ്യത്യസ്തമായ 2 എപ്പിസോഡുകളാണ്. 38 മുതൽ 40 വരെയും 41 മുതൽ 44 വരെയും 2 എപ്പിസോഡുകൾ. 1-ാമത്തെ എപ്പിസോഡ് കർത്താവ് നിയമജ്ഞരെ, ഫരീസ്യരെ വിമർശിക്കുന്ന ഭാഗമാണ്. അവര് അന്നത്തെ യഹൂദ സമൂഹത്തിലെ പുരോഹിത വർഗങ്ങളാണ്. അവര് ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവരുടെ ജീവിതം ഒരു ശുശ്രൂഷയാണ്. എന്നാൽ അവരത് മറന്നിട്ട്, അത് ശുശ്രൂഷയാക്കാതെ അവരുടെ ജീവിതത്തെ അവരുടെ സുഖത്തിനും അവരുടെ സന്തോഷത്തിനും അവരുടെ ക്ഷേമത്തിനും ഒക്കെ ആയിട്ട് മാറ്റി. എന്തുമാത്രം മനുഷ്യർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാം, നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് അവരെ എല്ലാവിധമായ കഷ്ടതകൾക്കും എറിഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ നിയമജ്ഞര്, ഫരിസേയര് എല്ലായിടത്തും അഭിനന്ദനം ആഗ്രഹിക്കുന്നവരാണ്. പൊതുസ്ഥലങ്ങളിൽ അവർക്ക് നല്ല സീറ്റ് വേണം, പൊതുസ്ഥലങ്ങളിൽ അവർക്ക് സ്വീകരണം വേണം, പൊതുസ്ഥലങ്ങളിൽ അവർക്ക് അംഗീകാരം വേണം, സിനഗോഗുകളിൽ മുഖ്യസ്ഥാനം വേണം, വിരുന്നുകളിൽ പ്രധാന സ്ഥാനത്തിരുന്ന് പ്രധാനമായിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കണം. അങ്ങനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അവരെല്ലാവരേക്കാൾ മുൻപിൽ നിൽക്കുന്നവരാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ദാസനായിരിക്കണം. അവരത് മറന്നുപോയി. അവർ ഒന്നാമനാണെങ്കിൽ അവർ ഒന്നാമനാണെന്ന് അറിയിക്കുവാൻ, അതനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്ന കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, കർത്താവിൻ്റെ കാലത്ത് ഈ ഫരീസ്യന്മാര്, നിയമജ്ഞര് ഒക്കെ പാവപ്പെട്ട മനുഷ്യരെ പിഴിഞ്ഞ് ജീവിച്ചിരുന്നവരാണ്. കർത്താവ് നിരന്തരമായി ഇവരെ വിമർശിക്കുന്നത് കാണാൻ സാധിക്കും. കർത്താവ് അവരെ വിളിക്കുന്നത് വെള്ളയടിച്ച ശവകുടീരങ്ങളെ എന്നാണ്. അത്രമാത്രം അവർ ഈ ലോകത്തിൽ അന്യായങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. അതിന് നല്ല ഉദാഹരണമാണ് അവർ വിധവകളുടെ ഭവനങ്ങൾ അവർ വിഴുങ്ങുന്നു. സത്യത്തിൽ വിധവകൾ എന്ന് പറയുമ്പോൾ ഭർത്താവ് മരിച്ച് മറ്റ് ഉപജീവന മാർഗമൊന്നുമില്ല എങ്കിൽ പോലും അവര് ഈ നിയമപ്രകാരം സഭയ്ക്ക് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കുവാൻ നിർബന്ധിതരാണ്. കൊടുത്തേ മതിയാകൂ, ആനുകൂല്യങ്ങളൊന്നുമില്ല. നമുക്കറിയാം ജെറുസലേം ദേവാലയത്തിന്റെ പ്രത്യേകത. ജെറുസലേം ദേവാലയത്തെ കർത്താവ് എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത്? എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്, നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കരുത്, നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്നൊക്കെ കർത്താവ് പറയാനുള്ള കാരണം, ഈ ദേവാലയത്തിന് ചുറ്റും കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ആ ആടിനെയും മാടിനെയും പ്രാവിനെയൊക്കെ വിൽക്കുന്നവരുണ്ട്, നാണയമാറ്റക്കാരുണ്ട്. ഇതിന് കാരണം വളരെ വളരെ ദൂരെ നിന്നുള്ള എല്ലാ യഹൂദനും ജെറൂസലേമിൽ വരണം ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാനായി. ദേവാലയത്തിന് പുറത്തുനിന്നും അവർക്ക് ഒരു സാധനവും ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. ഒരാടിനെ കൊണ്ടുവരുന്നാൽ അവർ സ്വീകരിക്കത്തില്ല. അവരിവിടെ വന്ന് ഇവിടുത്തെ നാണയം ഉപയോഗിച്ച്, ദേവാലയത്തിലെ നാണയം ഉപയോഗിച്ച്, റോമൻ നാണയം ഉപയോഗിച്ച് സാധനം വാങ്ങിക്കാനൊക്കില്ല. അപ്പൊ നാണയമാറ്റക്കാർക്ക് റോമൻ നാണയം കൊടുക്കുമ്പോൾ അതിന് തത്തുല്യമായ നാണയമാണ് യഹൂദന്മാർ കൊടുക്കേണ്ടത്. പക്ഷേ
അവർ അവിടെയും കൊള്ളയടിക്കും. അവർ കൊള്ളയടിക്കും. നാട്ടിലെങ്ങുമില്ലാത്ത വിധത്തിൽ ഇവർക്ക് വളരെ തുച്ഛമായ പൈസയാണ് കൊടുക്കുന്നത്. എന്നാൽ ഇവിടുന്ന് വാങ്ങിക്കുന്ന ആടിനും മാടിനുമൊക്കെ ഇരട്ടി വിലയാണ്. ഇതെല്ലാം കച്ചവടമാക്കുകയാണ്. ഇതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ നീമിഞ്ഞരെ സൂക്ഷിച്ചു കൊള്ളണം, അവരുടെ പുളിമാവിനെ സൂക്ഷിക്കണം. കാരണം അവർ ആത്മാർത്ഥയില്ലാത്തവരാണ്. അവർ ശരിക്കും പൗരോഹിത്യ ധർമ്മം അറിയാത്തവരാണ്. മനുഷ്യരെ ശുശ്രൂഷിക്കുന്നവരല്ല, മനുഷ്യർക്ക് നന്മ ചെയ്യുന്നവരല്ല, മനുഷ്യരുടെ മേൽ ഭാരം ചുമത്തി വെക്കുന്നവരാണ് ഈ ഫരീസന്മാരും നിയമജ്ഞന്മാരും. അവരെയാണ് കർത്താവ് വിമർശിക്കുന്നത്. നിങ്ങൾക്ക് ആ കഷ്ടം, നിങ്ങൾക്ക് ദുരിതം എന്നൊക്കെ കർത്താവ് പറയാൻ കാരണം, ഇവര് ഔന്നത്യത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും ഓർത്തുകൊള്ളണം, അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും മനുഷ്യർക്ക് ഭാരമായിട്ട് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു പക്ഷേ ഇന്ന് നമ്മളെക്കുറിച്ച് തന്നെയും നമുക്ക് നമ്മുടെ പൗരോഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. പൗരോഹിത്യം ഒരു ശുശ്രൂഷയാണ്. ദൈവത്തിന്റെ ജനത്തിന് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. ദൈവജനത്തിൽ നിന്നും ദൈവജനത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നവരാണ് ആര്? പൗരോഹിതന്മാർ. ദൈവജനത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നവരാണ്. അതുകൊണ്ട് ഓരോ പുരോഹിതനും എങ്ങനെ ആയിരിക്കണമെന്ന് പത്രോസ്ലീഹ വളരെ ലളിതമായി ഭംഗിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഒരു സഹശ്രേഷ്ഠനും ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. ഓരോ പുരോഹിതനും പറയുകയാണ്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അജഗണത്തെ പരിപാലിക്കുവിൻ. അത് നിർബന്ധം മൂലമായിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം, ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീക്ഷ്ണതയോടെ ആയിരിക്കണം. അജഗണത്തിന്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് പുരോഹിതൻ. ഇതാണ് ദൈവം തമ്പുരാൻ എല്ലാ പൗരോഹിത്യത്തിൽ നിന്നും ആഗ്രഹിച്ചത്. എന്നാൽ കർത്താവ് ഇവിടെ നിയമജ്ഞരെയും ഫരീശരെയൊക്കെ വിമർശിക്കുവാനും കുറ്റപ്പെടുത്തുവാനും അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം അവരൊന്നും ഇതായിരുന്നില്ല. ദൈവജനത്തിന് ഒരു അനുഗ്രഹമായിരുന്നില്ല, ദൈവജനത്തിന് അവരുടെ ശാപമായിരുന്നു. ദേവാലയത്തിൽ വരുന്നത് മനുഷ്യർക്ക് ഒരു ക്ലേശമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. പൗരോഹിത്യത്തിന്റെ മഹത്വം, പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത, പൗരോഹിത്യത്തിന്റെ വിശുദ്ധി, പൗരോഹിത്യത്തിന്റെ ഔന്നത്യം, പൗരോഹിത്യത്തിന്റെ വലിയ ദൈവികത നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഓരോ പുരോഹിതനും ദൈവത്തിന് പകരക്കാരനായി, ഓരോ മനുഷ്യനും പ്രിയങ്കരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ലാഭേച്ഛയോടെ അല്ല, പണക്കൊതിയോടെ അല്ല, സ്ഥാനമോഹങ്ങളോടെ അല്ല, മറിച്ച് ഔദാര്യത്തോടെ ശുശ്രൂഷയോടെ ഈ പ്രവൃത്തി ചെയ്യണമെന്ന് ഈ സുവിശേഷത്തിന്റെ 1-ാം ഭാഗം നമ്മളെ ഉപദേശിക്കുന്നു. 2-ാം ഭാഗം വളരെ ലളിതമാണ്. കർത്താവ് ഭണ്ഡാരത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക, ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യർ ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഭണ്ഡാരങ്ങളിൽ പണമിടുന്നവരുണ്ട്. 1000 രൂപ ഇടുന്നവരുണ്ട്, 500 രൂപ ഇടുന്നവരുണ്ട്, 200 രൂപ ഇടുന്നവരുണ്ട്, 100 രൂപ ഇടുന്നവരുണ്ട്, 50 രൂപ ഇടുന്നവരുണ്ട്, 10 രൂപ ഇടുന്നവരുണ്ട്, 5 രൂപ ഇടുന്നവരുണ്ട്, 2 രൂപ ഇടുന്നവരുണ്ട്, 1 രൂപ ഇടുന്നവരുണ്ട്. അവരവരുടെ കഴിവനുസരിച്ചും ഔദാര്യം അനുസരിച്ചും ആൾക്കാര് ഭണ്ഡാരത്തിൽ പണമിടുന്ന നമുക്ക് കാണാൻ സാധിക്കും. മഹാപുരോഹിതനായ കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ കർത്താവ് ശ്രദ്ധിച്ചെന്നറിയാമോ? ഒരു വിധവ വന്നിട്ട് 2 ചില്ലിത്തുട്ടുകൾ അതിനകത്തിട്ടു. ഒരു ദിവസത്തെ മനുഷ്യന്റെ കൂലിയുടെ ഒരംശം മാത്രമേ ഉള്ളത്. പക്ഷേ ഈ വേദപുസ്തകം അവളെക്കുറിച്ച് പറയുന്ന വളരെ മനോഹരമായൊരു വാക്യമുണ്ട്. ഈ ദരിദ്ര വിധവ മറ്റെല്ലാവരെയും കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കും. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്നും തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നു. നാം ഒരാൾക്ക് ഒരു ദാനം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ മിച്ചം എന്തുണ്ട് എന്നത് നോക്കിയാണ് ആ ദാനത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നത്. നമ്മുടെ സമൃദ്ധിയിൽ നിന്ന് നമ്മൾ ഒരു തുച്ഛം കൊടുത്താൽ അതിന് വലിയ വിലയൊന്നുമില്ല. അതേസമയം നാം കൊടുക്കുന്ന ദാനം വഴി നമ്മളെ അത് വേദനിപ്പിക്കുമെങ്കിൽ, അത്രമാത്രം നമുക്കത് ഇല്ലായ്മയിൽ എത്തിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദാനം എന്ന് മനസ്സിലാക്കണം. ഈ ദരിദ്രയായ സ്ത്രീയെ കർത്താവ് അഭിമാനിക്കുവാൻ, അഭിനന്ദിക്കുവാൻ, അനുമോദിക്കുവാനൊക്കെ കാരണം അവളുടെ ഉപജീവനത്തിന്റെ മുഴുവനും അവൾ കർത്താവിന്റെ മുമ്പിൽ സാക്ഷി. കാരണം കർത്താവിന് സമ്പൂർണ്ണമായ സമർപ്പണം, കർത്താവിൽ പരിപൂർണ്ണ ഒരു ആശ്രയം അവൾ നൽകിയ, മിച്ചം വെച്ചിട്ടല്ല,
മറ്റു പലവരും വലിയ വലിയ തുകയിലിട്ടു, പക്ഷേ അവരുടെ പിന്നെയും മിച്ചം ധാരാളമായിട്ടുണ്ട്. ഞാൻ കൊച്ചു കഥ പറഞ്ഞ് ഈ പ്രസംഗം അവസാനിപ്പിക്കാം. ഒരിടത്ത് ഒരു ബ്രാഹ്മണ കുടുംബം ഉണ്ടായിരുന്നു. അച്ഛൻ ബ്രാഹ്മണൻ, അമ്മ ബ്രാഹ്മണൻ, മകനും മകന്റെ ഭാര്യയും, അങ്ങനെ 4 പേരടങ്ങുന്ന ഒരു ബ്രാഹ്മണ കുടുംബം. അവർ തീർത്തും പട്ടിണിയിലായിരുന്നു. ദിവസങ്ങളോളം അവർക്ക് ഭക്ഷണം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അച്ഛൻ ബ്രാഹ്മണൻ ഇങ്ങനെ പരന്ന് നടന്ന് അവർക്കൊരു പൊതിച്ചോറ് കിട്ടി. ആ പൊതിച്ചോറ് അവർ കൊണ്ടുവന്നു. ഒരു പൊതിച്ചോറ് ഒരാൾക്ക് കഴിക്കാനും മാത്രമില്ല. 5-6 ദിവസത്തെ പട്ടിണി കിടക്കുമ്പോൾ അത് പെട്ടെന്ന് അവർക്ക് ആളിക്കത്തും. അതുപോലെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത്. ഈ അച്ഛൻ വന്നിട്ട് ഇത് 4ആയിട്ട് കൃത്യമായി ഭാഗിച്ച്, തനിക്കൊരു ഭാഗം, ഭാര്യയ്ക്കൊരു ഭാഗം, മകനൊരു ഭാഗം, തന്റെ ഭാര്യയ്ക്കൊരു ഭാഗം, അങ്ങനെ 4ആയിട്ട് ഭാഗിച്ചു കൊടുത്തു. അവർ ഭക്ഷിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിനേക്കാൾ വിശപ്പുള്ള ഒരു ഭിക്ഷക്കാരൻ വന്ന് ഭിക്ഷ ചോദിച്ചു. ഞാൻ 10 ദിവസമായി എല്ലാം കഴിച്ചിട്ട് എൻ്റെ ഉള്ളിൽ കായുന്നു, വല്ലതും ഭക്ഷിക്കാൻ തരണം എന്ന് പറഞ്ഞു. ഈ അച്ഛൻ ബ്രാഹ്മണൻ തൻ്റെ പങ്ക് അയാൾക്ക് കൊടുത്തു. അയാളത് കഴിച്ചു കഴിച്ച് വലിയ വായില കഴിച്ചു പറഞ്ഞു, എൻ്റെ വയറ് ആളിക്കത്തുന്നു, എനിക്ക് ഭക്ഷണം തരണം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചത്തുപോകും. അമ്മ അവരുടെ പങ്ക് കൊടുത്തു. ഇത് തന്നെ ആവർത്തിക്കപ്പെട്ടു. മകന്റെ പങ്ക് കൊടുത്തു. അവസാനം പെൺകുട്ടി വിചാരിച്ചിട്ട് ഞാൻ മാത്രം കഴിക്കുന്നെങ്ങനെ, അവളും ആ ഭാഗം കഴിച്ചു. 4 പങ്കും കഴിച്ച് ആ പാവപ്പെട്ട മനുഷ്യൻ ഏമ്പക്കം വിട്ടിട്ട് ഈ കടലാസ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പൊതിച്ചോറിന്റെ കടലാസ് ഇലയും കൂടെ കൊലിച്ചെറിഞ്ഞു. ഈ നിമിഷത്തിൽ ഒരു കീരി വന്ന ആ ഭക്ഷണ പൊതിയിൽ കിടന്ന് ഇങ്ങനെ ഉരുണ്ടു. ഒറ്റ നിമിഷങ്ങൾ കൊണ്ട് ആ കീരിയുടെ തലഭാഗം മുഴുവൻ, വയറ് വരെയുള്ള പല ഭാഗം മുഴുവനും അങ്ങനെ ചെമ്മന്നതായി തീർന്നു, ഗോൾഡൻ നിറമുള്ളതായി തീർന്നു. ഇത് ഒരു കഥ പോലെ തോന്നുന്നെങ്കിലും ഈ കീരിയുടെ മറുഭാഗം വീണ്ടും സ്വർണ്ണ നിറമാകണമെങ്കിൽ ഇന്ന് ഈ കഴിച്ചതിനേക്കാൾ വലിയ ഒരു ത്യാഗോജ്വലമായ ഭക്ഷണം എന്നീ കീരി കഴിക്കുന്നു, അല്ലെങ്കിൽ കീരി കഴിക്കാൻ സാധിക്കുന്നു, അന്ന് മാത്രമേ ഇതിന്റെ ബാക്കി ഭാഗം ഗോൾഡൻ ആകത്തുള്ളൂ എന്നാണ് ഇതിന് കിട്ടിയിരിക്കുന്ന ഒരു അനുഗ്രഹം. അപ്പൊ പറയാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ത്യാഗമാണ് ആ ബ്രാഹ്മണ കുടുംബം ചെയ്തത്. കാരണം അവർക്ക് 5-6 ദിവസം കഴിഞ്ഞ് കിട്ടിയ ഭക്ഷണം അവർ മുഴുവനും ആ പാവപ്പെട്ടവന് പങ്കിട്ട് കൊടുക്കുവാൻ സാധിച്ചു. അവർക്ക് വേണ്ടി അല്പം പോലും മാറ്റിവെക്കുവാനായിട്ട് അവർ തുനിഞ്ഞില്ല. പ്രിയ സഹോദരങ്ങളെയും, ഈ അമ്മയും ചെയ്തത് തന്നെയാണ്, ഈ വിധവയും ചെയ്തത് തന്നെയാണ്. തനിക്ക് ആകെ ഉണ്ടായിരുന്ന 2 ചെമ്പുതുട്ടുകളാണ്. ആ ചെമ്പുതുട്ടുകൾ തമ്പുരാന്റെ മുമ്പിൽ നിക്ഷേപിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. ദൈവത്തിനെ അങ്ങേയറ്റം ശ്ലാഘിക്കുന്ന കാണാൻ സാധിക്കും. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നമ്മൾ പറയുന്നൊരു വാചകമുണ്ട്, കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കണം. കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കണം. മുഖം മാടാൻ പാടില്ല, അഭിമാനത്തോടെ കൊടുക്കാൻ സാധിക്കണം. നാം ആർക്കെന്ത് കൊടുക്കുമ്പോഴും അതിലൊരു സന്തോഷം ഉണ്ടായിരിക്കണം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെയും ദൈവം സ്നേഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തിന് കൊടുക്കുമ്പോഴോ നമ്മുടെ ജീവിതത്തിൽ എന്താ നമുക്കുള്ളത്? ദൈവം തരാത്തതായി എന്തുണ്ട്? നമ്മുടെ ജീവൻ ദൈവം തന്നതാ, നമ്മുടെ ജീവിതം ദൈവം തന്നതാ, നമുക്കുള്ള എല്ലാം സമ്പത്തുകൾ, സ്വത്തുക്കളെല്ലാം, ബുദ്ധി എല്ലാം ദൈവം തന്നതാ. ദൈവം തരാത്തതായി നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഒന്നും ഇല്ല. പക്ഷേ ദൈവത്തിന് കൊടുക്കുന്ന കാര്യം വരുമ്പോൾ പണ്ടാരനോട് ചോദിച്ചതുപോലെ നമ്മൾ ചോദിക്കും, ദൈവത്തിന് എന്തിനാ പണം, ദൈവത്തിന് എന്തിനാ സ്വത്ത് എന്ന് നമ്മൾ ചോദിക്കും. ദൈവിക കാര്യങ്ങൾക്ക് പലപ്പോഴും നമ്മളുടെ സഹകരണം ആവശ്യമാണ്. ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഒരിക്കലും നാം ലുബ്ധ കാണിക്കരുത്. അതുപോലെ സഹോദരന്മാരുടെ കാര്യങ്ങളിലും നാം ലുബ്ധ കാണിക്കരുത്. ആവശ്യക്കാരന്റെ മുമ്പിൽ ആവശ്യത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ കഴിയുന്നവനാണ് ദൈവം. അതാണ് ദൈവം എന്ന് പറയുന്നത്. ആവശ്യത്തിന്റെ രൂപത്തിൽ ആവശ്യത്തിന് പ്രത്യക്ഷപ്പെടും. വിശക്കുന്നവന് അപ്പമായി, ദാഹിക്കുന്നവന് വെള്ളമായി, അതെ, രോഗിക്ക് മരുന്നായി അല്ലെങ്കിൽ സൗഖ്യമായി ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവം എന്നോടും നിങ്ങളോടും പറയുന്നു, എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് കുടിക്കാൻ തന്നു. അതെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതം അനേകർക്ക് നന്മയുള്ളതായി തീരുവാൻ, പ്രയോജനമുള്ളതായി തീരുവാൻ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് ഏറ്റവും നല്ല ഉപമകളിലൊന്നാണ് നല്ല സമ്മറായന്റെ ഉപമ. അവന്റെ സമ്മറായനായി ഇരുന്നിട്ടും കിടക്കുന്നത്, വഴിയിൽ കിടക്കുന്നത് ഒരു യഹൂദനായിരുന്നിട്ടും അവന്റെ അടുക്കൽ ചെന്ന് തന്റെ വീഞ്ഞും തന്റെ ഒക്കെ വെച്ച മുറിവുകളൊക്കെ വെച്ച് കെട്ടാനും അവനെ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുവാനും ആശുപത്രികൾക്ക് പണം കൊടുത്ത് അവനെ ശുശ്രൂഷിക്കുന്നു പറയുവാനൊക്കെ മനസ്സ് കാണിക്കുന്നു. കർത്താവ് അവനോട് പറയുന്നുണ്ട്, നീയും പോയി അതുപോലെ ചെയ്യുക. നമുക്ക് ദൈവസന്നിധാനത്തിൽ വരുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ വിധവയുടെ മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഓർത്തിരിക്കാം.
ദൈവം നമുക്ക് തന്നതാണ്. ദൈവത്തിൽ നിന്നും തിരിച്ചു ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ ദൈവത്തിനുള്ളതൊക്കെ കൊടുക്കുവാനായിട്ട് നമുക്ക് സന്മനസ് കാണിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഒരിക്കലും ദൈവിക കാര്യങ്ങളിൽ ലുബ്ധ കാണിക്കുക. ദൈവത്തിന് കൊടുക്കാനുള്ള സമയം ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കുവാനുള്ള ആരാധന ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കാനുള്ള പ്രാർത്ഥന ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കാനുള്ള ദിവസം ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കാനുള്ള പണം ദൈവത്തിന് കൊടുക്കണം. അങ്ങനെ ദൈവവുമായിട്ട് അനുഗ്രഹീതമായൊരു നല്ല സഖ്യം ഏർപ്പെടുവാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഫരീസിനെ പോലെ ആകാതെ, ലോകത്തിന്റെ മമതയിൽ ജീവിക്കാതെ ദൈവത്തിന്റെ മമതയിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.